നമുക്കറിയാം നമ്മളുടെ OP 10.0യുടെ 4ാമത്തെ സെഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള 3 സെഷൻസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സിലബസ് ഡീകോഡിംഗ് സെഷന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഈ സെഷന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് സുനീറ മാം, അതുപോലെ തന്നെ ഷംഷീറ മാമും കൂടെയാണ് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് MCA കോഴ്സിന്റെ ആ ഒരു സിലബസിന്റെ ഡീകോഡിംഗ് ആണ്. അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കവർ ചെയ്യുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബ്രീഫ് ആയിട്ടുള്ള ആ ഒരു സിലബസിന്റെ അനാലിസിസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ആ ഒരു സ്റ്റഡി ജേർണിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ഇന്നത്തെ സെഷനിൽ നമുക്ക് ഒരു ടൈം ടേബിളും കൂടെ ലേണേഴ്സിന് തരുന്നുണ്ടാവും. അപ്പൊ ഈ ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ സിലബസ് ഡീകോഡിംഗ് സെഷൻ. നമുക്ക് സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് പോകാം. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് അഥവാ ഇഗ്നോയിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിനും കോഴ്സസ് എന്നാ പറയുന്നത് അല്ലെ. അപ്പം ഓരോ കോഴ്സുകൾ വിത്ത് കോഴ്സ് അതിന്റെ കോഡ്, അതുപോലെ തന്നെ ഓരോ ബ്ലോക്സിൽ എന്തൊക്കെയാണ് കവർ ചെയ്ത് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് വരുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഏരിയാസ് ഒക്കെ നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് എപ്പോഴും ആ ഒരു കോഴ്സ് കോഡിനെ പറ്റിയും ഓരോ സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഓരോ കോഴ്സിന് എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഇനിഷ്യലി നല്ല രീതിയിൽ കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേൺ വൈസ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം നമുക്ക് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്, അതുകൂടാതെ SLM ആപ്പിൽ അവൈലബിൾ ആണ്, ഹെൽപ്പ് ബുക്ക് ഉണ്ട്. അപ്പം ഇത് ഓരോന്നും എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ അസൈൻമെന്റ്സ്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൂടാതെ നമ്മൾ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ടുള്ള സ്പെഷ്യൽ ലൈവ് സെഷൻസ്, മോഡൽ എക്സാംസ്, ടേം ആൻഡ് എക്സാം ഹെൽപ്പ് ഡെസ്കിനെ പറ്റിയിട്ട്, അതുപോലെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഹാപ്പിനെസ് അംബാസിഡർ ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഓരോന്നും എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫൈനലി എല്ലാ ആക്ഷൻ ടാസ്കും ഉണ്ടായിരിക്കും. അപ്പം ആക്ഷൻ ടാസ്ക് നമ്മൾ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ ഇഗ്നോ സിലബസ് നോക്കുവാണെങ്കിൽ ഇതൊരു 5 ലെയേർഡ് ആയിട്ടാണ് വരിക. ഇപ്പൊ നമുക്ക് MCA കോഴ്സ് നമുക്കറിയാം സെമസ്റ്റർ വൈസ് കോഴ്സ് ആണ് അല്ലെ. അപ്പം ഇനിഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സെമസ്റ്റർ വൈസ് കോഴ്സ് ആണ്. 6 months കൂടുമ്പോഴായിരിക്കും നമുക്ക് എക്സാം വരിക. ജൂണ് അതുപോലെ തന്നെ ഡിസംബർ, ഈ 2 എക്സാം സൈക്കിൾസ് ആണ് ഉള്ളത്. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് കോഴ്സസിനെ പറ്റിയിട്ടാണ്. ഇവിടെ നമ്മൾ ഇഗ്നോയിൽ കോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ സബ്ജക്റ്റ് ആണ്. ഓരോ കോഴ്സിനും കോഡ് ഉണ്ടായിരിക്കും, ടൈറ്റിൽ ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഇതിനെ പറ്റിയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദെൻ ബ്ലോക്സ്, ഓരോ സബ്ജക്റ്റിനെ ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പോൾ ഓരോ ബ്ലോക്കിലും ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ടാകും. ഓൾമോസ്റ്റ് ഒരു 3 to 4 യൂണിറ്റ്സ് ആയിരിക്കും മിക്ക ബ്ലോക്സിലും ഉണ്ടാകുക. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതുപോലെ തന്നെ അസൈൻമെന്റ്സ്, നമുക്ക് ഓരോ സെമസ്റ്ററിലും എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റിന് അസൈൻമെന്റ്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷന് ശേഷമായിരിക്കും നമ്മളുടെ ടേം ആൻഡ് എക്സാം വരും. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ സിലബസിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ MCA ന്യൂ കോഴ്സിലെ ഫസ്റ്റ് ഇയർ സിലബസിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇനിഷ്യലി നമുക്ക് ഓരോന്നിനും കോഴ്സ് കോഡ്, ദെൻ ആ ഒരു സബ്ജക്ട് കോഴ്സിന്റെ പേര്, ദെൻ അതിന്റെ അവൈലബിലിറ്റി, ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള അതിന്റെ അവൈലബിലിറ്റി, ഫുള്ളി അവൈലബിൾ ആണോ പാർഷ്യലി ആണോ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ തേർഡ് വൺ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഓരോ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ്സ് എത്രയാണ്, ക്രെഡിറ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്ന സബ്ജക്ട് വെയിറ്റേജ് ആണ്. അപ്പോൾ ഒരു 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി ആണ്. അപ്പം ഓരോ സബ്ജക്റ്റിനെ ആ ഒരു ബേസിൽ 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി. അപ്പോൾ 4 ക്രെഡിറ്റ് വരുന്ന സബ്ജക്റ്റിനൊക്കെ ഓൾമോസ്റ്റ് നമ്മളൊരു 120 hours ആയിരിക്കും ആ ഒരു സബ്ജക്റ്റിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ആ ഒരു രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് വൺ MCS 211 ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ് ആണ്. അതിന്റെ കണ്ടന്റ് ഫുള്ളി അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ MCS 212 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, കണ്ടന്റ് ഫുള്ളി അവൈലബിൾ ആണ്, ക്രെഡിറ്റ് 4 ആണ്. ദെൻ MCS 213
സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. MCS 214 പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. MCS 215 സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോ ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, അതിന് 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ലാബ് സെഷൻസ് ആണ് വരിക. MCSL 216 ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം ആൻഡ് വെബ് ഡിസൈനിങ് ലാബ്. അതിന്റെ കണ്ടന്റ് നമുക്ക് പാർഷ്യലി അവൈലബിൾ, അത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണല്ലോ, അപ്പൊ അസൈൻമെന്റ്സിന്റെ ഹെൽപ്പും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തു പോവുക, ആ ഒരു രീതിയിലായിരിക്കും ലാബ് സെഷൻസിന്റെ സപ്പോർട്ട് ഉണ്ടാവുക. ദെൻ MCSL 217 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലാബ്, അതും ലാബാണ്, 2 ക്രെഡിറ്റ്സ് ആണ് വരിക. ദെൻ MCS 218 ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് നമ്മുടെ വീഡിയോ ലെക്ചേഴ്സ്, PDF നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്, ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്. 4 ക്രെഡിറ്റ് ആണ് ആ ഒരു സബ്ജക്റ്റിന് വരിക. നെക്സ്റ്റ് വൺ MCS 219 ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ഫുള്ളി അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. MCS 202 വെബ് ടെക്നോളജീസ് ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരിക. നെക്സ്റ്റ് വൺ MCS 221 ഡേറ്റ വെയർ ഹൗസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ്, അതിന് ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന 2 ലാബ് സെഷൻസ് ആണ് MCSL 222 ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ആൻഡ് വെബ് ടെക്നോളജീസ് ലാബ്, പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ്, 2 ക്രെഡിറ്റ് ആണ് വരിക. ദെൻ MCSL 223 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് ഡേറ്റ മൈനിങ് ലാബ്, അതും പ്രാക്ടിക്കൽ ആണ്, 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യുന്ന സബ്ജക്ട്സ് ആണ് ഇത്രയും വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 5 തിയറി പേപ്പറും 2 ലാബും, സെക്കൻഡ് സെമസ്റ്റർ തിയറി പേപ്പേഴ്സും 2 ലാബ്സും ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് കവർ ചെയ്യുന്ന കോഴ്സുകളാണ് MCS 224 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരിക. ദെൻ MCS 225 അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ ഫുള്ളി കണ്ടന്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, 4 ക്രെഡിറ്റ് ആണ് വരിക. ദെൻ MCS 226 ഡേറ്റ സയൻസ് ആൻഡ് ബിഗ് ഡേറ്റ, അതിന്റെ ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. MCS 227 ആണ് നെക്സ്റ്റ് വൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT, ഫുള്ളി കണ്ടന്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ദെൻ MCS 230 ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ ആണ്, കണ്ടന്റ് ഫുള്ളി അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരിക. നെക്സ്റ്റ് വൺ MCS 231 മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന പേപ്പർ ആണ്, ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 4th സെമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് MCSL 228 AI ആൻഡ് മെഷീൻ ലേണിംഗ് ലാബ് വരുന്നുണ്ട്. ദെൻ MCSL 229 ക്ലൗഡ് ആൻഡ് ഡേറ്റ സയൻസ് ലാബ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട്. ദെൻ MCSP 232 പ്രോജക്റ്റ് ആണ്, ഒരു മെയിൻ പ്രോജക്റ്റും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ലാബിന് നമുക്ക് 2 ക്രെഡിറ്റ്സ് വീതവും പ്രോജക്റ്റിന് 12 ക്രെഡിറ്റ്സും ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടെ നമ്മൾ ഇത്രയും സബ്ജക്ട്സുകളായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മള് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് കവർ ചെയ്യുന്ന ഓൾറെഡി കുറെ നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയ ഒരു പേപ്പർ കൂടാണ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം MCS 211. അപ്പം ഇതിൽ ബ്ലോക്ക് 1 കവർ ചെയ്യുക ഇൻട്രൊഡക്ഷൻ ടു അൽഗോരിതംസ് ആണ്. അതിൽ യൂണിറ്റ് 1 അൽഗോരിതത്തിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. യൂണിറ്റ് 1 ബേസിക്സ് ഓഫ് ആൻ അൽഗോരിതം ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. യൂണിറ്റ് 2 വരുമ്പോൾ അസിംപ്റ്റോട്ടിക് ബൗണ്ട്സ് ആയിരിക്കും കവർ ചെയ്യുക. ബ്ലോക്ക് 3 കോംപ്ലക്സിറ്റി അനാലിസിസ് ഓഫ് സിമ്പിൾ അൽഗോരിതം. യൂണിറ്റ് 4 വരുമ്പോൾ സോൾവിങ് റെക്കറൻസസ്. അപ്പം ബ്ലോക്ക് 1 ബേസിക് ആയിട്ട് അൽഗോരിതം റിലേറ്റ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കവർ ചെയ്യാം. ബ്ലോക്ക് 2 വരുമ്പോഴാണ് ഇൻ ഡെപ്തിലേക്ക് നമ്മൾ ഓരോ ഡിസൈനിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അൽഗോരിതംസ് സോൾവ് ചെയ്യുന്ന ഏരിയയിലേക്ക് വരിക. ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഗ്രീഡി ടെക്നിക്സ് ആയിരിക്കും ഇനിഷ്യലി കവർ ചെയ്യുക. യൂണിറ്റ് 2 വരുമ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്കും യൂണിറ്റ് 3 ഗ്രാഫ് അൽഗോരിതം 1 എന്ന് പറയുന്ന പോർഷൻസും ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ ഡിസൈനിങ് ടെക്നിക്സിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ യൂണിറ്റ് 1 ഗ്രാഫ് അൽഗോരിതത്തിന്റെ റിമൈനിങ് പാർട്ട് 2ഉം യൂണിറ്റ് 2 വരുമ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 3 വരുമ്പോൾ സ്ട്രിംഗ് മാച്ചിങ് അൽഗോരിതം ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ബ്ലോക്ക് 4 NBA കംപ്ലീറ്റ്നെസ് ആൻഡ്
അപ്രോക്സിമേഷൻ അൽഗോരിതംസ് ആണ് ബ്ലോക്ക് 4 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കോംപ്ലക്സിറ്റി ക്ലാസ്സസ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 2 NP കംപ്ലീറ്റ്നെസ് ആൻഡ് NP ഹാർഡ് പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 3 ഹാൻഡിലിംഗ് ഇന്ററാക്റ്റബിലിറ്റി ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതത്തിന് ടോട്ടൽ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ഇനി MCS 212 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ്. മാത്സിന് ടോട്ടൽ നമുക്ക് 4 ബ്ലോക്സ് ആണ് വരിക. ബ്ലോക്ക് 1 എലമെന്ററി ലോജിക് ആൻഡ് പ്രൂഫ്സ് ആയിരിക്കും. ബ്ലോക്ക് 2 സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ബ്ലോക്ക് 3 കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ ഗ്രാഫ് തിയറി. ഇനി ഈ ഓരോ ബ്ലോക്സിലും വരുന്ന പോർഷൻസ്, യൂണിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എലമെന്ററി ലോജിക് ആൻഡ് പ്രൂഫ്സിൽ വരുമ്പോൾ യൂണിറ്റ് 1 പ്രപ്പോർഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന ഏരിയ ആണ് കവർ ചെയ്യുന്നത്. യൂണിറ്റ് 2 വരുമ്പോൾ മെത്തേഡ്സ് ഓഫ് പ്രൂഫ്. യൂണിറ്റ് 3 ബൂളിയൻ ഓൾജിബ്ര ആൻഡ് സർക്യൂട്ട്സ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ സാറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിൽ യൂണിറ്റ് 1 കവർ ചെയ്യുക സാറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് തന്നെയാണ്. യൂണിറ്റ് 2 വരുമ്പോൾ ഓട്ടോമേറ്റ ആൻഡ് ലാംഗ്വേജസും. യൂണിറ്റ് 3 കമ്പ്യൂട്ടബിലിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. ഇത്ര ഏരിയാസ് ആണ് ബ്ലോക്ക് 2 കവർ ചെയ്യുക. ഇനി നമ്മൾ ബ്ലോക്ക് 3 വരുമ്പോൾ കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 1 കോമ്പിനേട്രിക്സ് ഏരിയയും. യൂണിറ്റ് 2 വരുമ്പോൾ അഡ്വാൻസ്ഡ് കൗണ്ടിങ് പ്രിൻസിപ്പിൾ. യൂണിറ്റ് 3 റെക്കറൻസ് റിലേഷൻസ് ആണ് പഠിക്കുന്നത്. യൂണിറ്റ് 4 വരുമ്പോൾ പാർട്ടീഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ബ്ലോക്ക് 4 ഗ്രാഫ് തിയറി ആണ്. അതിൽ യൂണിറ്റ് 1 ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫ്സ്. യൂണിറ്റ് 2 വരുമ്പോൾ കണക്റ്റഡ്നെസ് ആണ് കവർ ചെയ്യുക. യൂണിറ്റ് 3 യുക്ലീഡിയൻ ആൻഡ് ഹാമിൽട്ടേണിയൻ ഗ്രാഫ്സിനെ പറ്റി പഠിക്കുന്നുണ്ടാവും. യൂണിറ്റ് 4 വരുമ്പോൾ ഗ്രാഫ് കളറിങ്സ് ആണ് കവർ ചെയ്യുക. ഇനി നമുക്ക് MCS 213 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ ബ്ലോക്ക് 1 ആൻ ഓവർവ്യൂ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ്സ് മോഡൽസ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് പഠിക്കും. യൂണിറ്റ് 2 പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് അനാലിസിസ്. യൂണിറ്റ് 3 സോഫ്റ്റ്വെയർ ഡിസൈൻ. യൂണിറ്റ് 4 സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആൻഡ് സെക്യൂരിറ്റി. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. അതിൽ യൂണിറ്റ് 5 സോഫ്റ്റ്വെയർ പ്രോജക്ട് പ്ലാനിങ്. യൂണിറ്റ് 6 റിസ്ക് മാനേജ്മെന്റ് ആൻഡ് പ്രോജക്ട് സ്കെഡ്യൂളിംഗ്. യൂണിറ്റ് 7 സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് കവർ ചെയ്യുക. യൂണിറ്റ് 8 വരുമ്പോൾ സോഫ്റ്റ്വെയർ ചേഞ്ച് മാനേജ്മെന്റ് ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 3 വരുമ്പോൾ മൊബൈൽ, വെബ് ആൻഡ് കേസ് ടൂൾസിൽ യൂണിറ്റ് 9 വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. യൂണിറ്റ് 10 വരുമ്പോൾ മൊബൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. യൂണിറ്റ് 11 കേസ് ടൂൾസ് ആയിരിക്കും കവർ ചെയ്യുക. ഒരു കേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുക. യൂണിറ്റ് 12 വരുമ്പോൾ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ യൂണിറ്റ് 13 സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെന്റും. യൂണിറ്റ് 14 എമർജിംഗ് ട്രെൻഡ്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. യൂണിറ്റ് 15 ഇൻട്രൊഡക്ഷൻ ടു UML ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 16 ഡേറ്റ സയൻസ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് MCS 214 പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന കോഴ്സിൽ ബ്ലോക്ക് 1 നമ്മൾ കവർ ചെയ്യുക പ്രൊഫഷണൽ സ്കിൽസ് നീഡഡ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഫസ്റ്റ് 1 അപ്പം ഒരു പ്രൊഫഷണൽ സ്കിൽസ് ഒരു വർക്ക് പ്ലേസിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഈ ഒരു പേപ്പറിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യുക. അതിൽ യൂണിറ്റ് 1 പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കവർ ചെയ്യും. യൂണിറ്റ് 2 ടെലഫോൺ ടെക്നിക്സ്. യൂണിറ്റ് 3 ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസ്. യൂണിറ്റ് 4 ഗ്രൂപ്പ് ഡിസ്കഷൻ. യൂണിറ്റ് 5 മാനേജിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്. ബ്ലോക്ക് 1 ഇത്രയും 5 യൂണിറ്റ്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. ബ്ലോക്ക് 2 വരുമ്പോൾ പ്രൊഫഷണൽ സ്കിൽസ് നീഡഡ് അറ്റ് വർക്ക് പ്ലേസ് 2. ഓക്കെ, അതിൽ യൂണിറ്റ് 6 വരുമ്പോഴത്തേക്ക് മീറ്റിംഗ്സിനെ പറ്റിയിട്ടായിരിക്കും, വർക്ക് പ്ലേസ് മീറ്റിംഗ്സിനെ പറ്റിയിട്ട്. യൂണിറ്റ് 7 പ്രസന്റേഷൻ സ്കിൽസ് 1. യൂണിറ്റ് 8 പ്രസന്റേഷൻ സ്കിൽ 2. യൂണിറ്റ് 9 വരുമ്പം ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽ ഫോർ സക്സസ്ഫുൾ ലൈഫ് അറ്റ് ദ വർക്ക് പ്ലേസ്. യൂണിറ്റ് 10 വർക്ക് എത്തിക്സ്, സോഷ്യൽ മീഡിയ എറ്റിക്യൂസ്. യൂണിറ്റ് 11 വരുമ്പോൾ കോപ്പിറൈറ്റ് ആൻഡ് പ്ലേജറിസം. ഇത്രയും ഏരിയാസ് ആയിരിക്കും ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുന്നുണ്ടാവുക.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത സബ്ജക്റ്റ് ആണ് MCS 215 സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസ്. ഈ സബ്ജക്റ്റ് നമുക്ക് 2 ക്രെഡിറ്റ്സ് ആണ് വരിക. ഇതിൽ ബ്ലോക്ക് 1 കവർ ചെയ്യുക സൈബർ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ്. അതിൽ യൂണിറ്റ് 1 സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 2 ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസംസ്. യൂണിറ്റ് 3 ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ്. ഇങ്ങനെ 3 യൂണിറ്റ്സ് ആയിരിക്കും ബ്ലോക്ക് 1 കവർ ചെയ്യുക. ബ്ലോക്ക് 2 വരുമ്പം സൈബർ ലോസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ യൂണിറ്റ് 4 റെഗുലേഷൻസ് ഓഫ് സൈബർ സ്പേസ്, അതിന്റെ ഒരു ഓവർവ്യൂ കവർ ചെയ്യും. യൂണിറ്റ് 5 വരുമ്പം സൈബർ ക്രൈംസ് എന്തൊക്കെയാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. യൂണിറ്റ് 6 IPR ഇഷ്യൂസ് ഇൻ സൈബർ സ്പേസ്. ഇത്രയും നമ്മളുടെ ഈ 5 സബ്ജക്റ്റ് കൊണ്ട് ഫസ്റ്റ് സെമസ്റ്ററിലെ തിയറി പേപ്പേഴ്സ് കഴിയും. ഇനി നമുക്ക് വരുന്നത് 2 ലാബ് സെഷൻസ് ആണ് ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ MCSL 216 ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ആൽഗോരിതം ആൻഡ് വെബ് ഡിസൈനിങ് ലാബ് ആണ്. ഇതിൽ നമുക്ക് ലാബ് സെഷൻസിൽ കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ആൽഗോരിതംസ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുക. ഫസ്റ്റ് വൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സിമ്പിൾ ആൽഗോരിതം. അതിൽ ഫ്രാക്ഷണൽ സ്നാപ്സാക്ക് പ്രോബ്ലംസ് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ടാസ്ക് ഷെഡ്യൂളിംഗ് ആൽഗോരിതം, ഹോഫ്മാൻ കോഡിംഗ് ആൽഗോരിതം, ഡിവൈഡ് ആൻഡ് കോങ്കർ ടെക്നിക്, സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് ആൽഗോരിതം, മിനിമൽ കോസ്റ്റ് സ്പാനിങ് ട്രീ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യന്റ് പ്രോബ്ലം, ഫ്ലോയിഡ് ആൻഡ് വാർഷൽസ് ആൽഗോരിതം ഫോർ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലംസ്, ചെയിൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഒപ്റ്റിമൽ ബൈനറി സെർച്ച് ട്രീ. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽഗോരിതം ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും ഈ ഒരു ലാബിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ലാബ് സെഷൻ വരുന്നത് MCSL 216 ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ആൽഗോരിതം ആൻഡ് വെബ് ഡിസൈനിങ് ലാബിന്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് നമ്മൾ അൽഗോരിതത്തിന്റെ കേസാണ് പറഞ്ഞെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ വെബ് ഡിസൈനിങ് ആണ്. വെബ് ഡിസൈനിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് HTML, CSS ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു വെബ് ഫോം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇതിൽ നമ്മൾ ഇനിഷ്യലി ഇൻട്രൊഡക്ഷൻ കവർ ചെയ്യും, HTML പറ്റി CSS പറ്റിയിട്ടൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യും. ദെൻ HTML ഫോംസിനെ പറ്റി പഠിക്കും, CSS എന്താണ്, CSSന്റെ പ്രോപ്പർട്ടീസ്, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഈ കാര്യങ്ങൾ പഠിക്കും. പിന്നെ ജാവാ സ്ക്രിപ്റ്റ് പഠിക്കാനുണ്ട്, HTML DOM ഇതിൽ കവർ ചെയ്യും. അതുപോലെ DOM മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടി, DOM പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ്, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് കൂടാതെ തന്നെ DOM ഈവൻസ്, HTML DOM ഈവന്റ് ലിസണർ, ജാവാസ്ക്രിപ്റ്റ് HTML DOM ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ജാവാസ്ക്രിപ്റ്റ് ഇൻ ഡെപ്തിൽ നമ്മൾ കവർ ചെയ്യും. അതിൽ ജാവാസ്ക്രിപ്റ്റിന്റെ എറർ ഹാൻഡിലിങ്, ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ ജാവാസ്ക്രിപ്റ്റ് റിലേറ്റഡ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് കുക്കീസിനെ പറ്റിയിട്ടൊക്കെ ഈ ഒരു വെബ് ഡിസൈനിങ് ലാബിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു വെബ് ഡിസൈനിങ് ലാബ് ആൽഗോരിതവും വെബ് ഡിസൈനിങ് ലാബും കൂടെ രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് വരിക MCS 218 ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. ഇത് മെയിൻ ആയിട്ട് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുക. അതിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ് എന്താണെന്നുള്ളതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. യൂണിറ്റ് 2 വരുമ്പോൾ ഡേറ്റ ട്രാൻസ്മിഷൻ ബേസിക്സ് ആൻഡ് ട്രാൻസ്മിഷൻ മീഡിയ. യൂണിറ്റ് 3 ഡേറ്റ എൻകോഡിംഗ് ആൻഡ് മൾട്ടിപ്ലക്സിംഗ്. യൂണിറ്റ് 4 മൾട്ടിപ്ലക്സിംഗ് ആൻഡ് സ്വിച്ചിങ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. ബ്ലോക്ക് 2 വരുമ്പോൾ മീഡിയം ആക്സസ് കൺട്രോൾ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെയേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ പഠിക്കും. നമ്മുടെ ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആണ് ലെയേർഡ് ആർക്കിടെക്ചർ. അപ്പൊ ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെയേഴ്സിനെ പറ്റി പഠിക്കും. യൂണിറ്റ് 1 നമ്മൾ ഡേറ്റ ലിങ്ക് ലെയർ ഫണ്ടമെന്റൽസ് ആ കവർ ചെയ്യുക. യൂണിറ്റ് 2 വരുമ്പോൾ റീട്രാൻസ്മിഷൻ സ്ട്രാറ്റജീസ് പഠിക്കും. യൂണിറ്റ് 3 കണ്ടീഷൻ ബേസ്ഡ് മീഡിയം ആക്സസ് പ്രോട്ടോകോൾസ് കവർ ചെയ്യും. യൂണിറ്റ് 4 വയർലെസ് ലാൻ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ സ്വിച്ചിങ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 2 കവർ ചെയ്യുക.
ഇനി ബ്ലോക്ക് 3യിലേക്ക് വരുമ്പം നെറ്റ്വർക്ക് ലെയറിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഓരോ ലെയേഴ്സ് ആണ് നമ്മൾ ഈ ഓരോ ബ്ലോക്കിലും കവർ ചെയ്ത് പോകുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ലെയർ ഫംഗ്ഷനാലിറ്റി ആൻഡ് ഡിസൈൻ ഇഷ്യൂസ് ആണ് കവർ ചെയ്യുക. യൂണിറ്റ് 2 റൗട്ടിംഗ് അൽഗോരിതംസ് ആയിരിക്കും. യൂണിറ്റ് 3 കൺജഷൻ കൺട്രോൾ അൽഗോരിതം. യൂണിറ്റ് 4 എമർജിംഗ് നെറ്റ്വർക്കിംഗ് ടെക്നോളജീസ് ഏതൊക്കെയാണെന്നാണ് കവർ ചെയ്യുക. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ സർവീസസ് ആണ്. അതിൽ യൂണിറ്റ് 1 ട്രാൻസ്പോർട്ട് സർവീസ് ആൻഡ് മെക്കാനിസംസ്. യൂണിറ്റ് 2 TCP UDP. ദെൻ യൂണിറ്റ് 3 നെറ്റ്വർക്ക് സെക്യൂരിറ്റി 1, നെറ്റ്വർക്ക് സെക്യൂരിറ്റി 2 ആണ് യൂണിറ്റ് 4 കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് MCS 219 ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ആണ്. അതിൽ ബ്ലോക്ക് 1 നമ്മൾ ഇനിഷ്യലി പഠിക്കുക എന്താണ് ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റ്സ്, അതിനെ പറ്റിയിട്ടാണ് ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് UML നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലിംഗ്. യൂണിറ്റ് 2 സ്ട്രക്ചറൽ മോഡലിംഗ് യൂസിങ് UML. നെക്സ്റ്റ് വൺ യൂണിറ്റ് 3 behavioral modeling using UML. യൂണിറ്റ് 4 അഡ്വാൻസ്ഡ് ബിഹേവിയറൽ മോഡൽ യൂസിങ് UML. യൂണിറ്റ് 5 വരുമ്പോൾ ആർക്കിടെക്ചറൽ മോഡലിംഗ്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ മോഡലിംഗ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡലിംഗ്സ് ഉണ്ട്. അതിൽ യൂണിറ്റ് 6 കവർ ചെയ്യുക ഒബ്ജക്ട് മോഡലിംഗ്. യൂണിറ്റ് 7 ഡൈനാമിക് മോഡലിംഗ്. യൂണിറ്റ് 8 ഫങ്ഷണൽ മോഡലിംഗ്. ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈനിങ് ആണ് കവർ ചെയ്യുക. അതിൽ യൂണിറ്റ് 9 ബേസിക്സ് ഓഫ് സിസ്റ്റം ഡിസൈൻ. യൂണിറ്റ് 10 ഒബ്ജക്ട് ഡിസൈൻ. യൂണിറ്റ് 11 അഡ്വാൻസ്ഡ് ഒബ്ജക്ട് ഡിസൈൻ. ഇനി നമ്മൾ ബ്ലോക്ക് 4ലേക്ക് വരുവാണെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ആണ് UML ബേസ്ഡ് ആയിട്ട്. അതിൽ യൂണിറ്റ് 12 ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് 1. യൂണിറ്റ് 13 ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് 2. യൂണിറ്റ് 14 ഒബ്ജക്ട് മാപ്പിംഗ് വിത്ത് ഡേറ്റാബേസസ്. ഇത്രയും കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ MCS 220 വെബ് ടെക്നോളജീസ്. ഇതിൽ ബ്ലോക്ക് 1 വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസിങ് J2EE. ഇപ്പം ഈ ഒരു പേപ്പറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ J2EE പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു J2EE, അതിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ പാറ്റേൺ കവർ ചെയ്യും. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ ബേസിക്സ് ഓഫ് സെർവ്ലെറ്റ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 3 സെഷൻ മാനേജ്മെന്റ് ആൻഡ് ഡേറ്റാബേസ് കണക്ടിവിറ്റി ഇൻ സെർവ്ലെറ്റ്. യൂണിറ്റ് 4 ഡേറ്റ സെർവർ പേജസ്. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ഈ J2EEയുടെ ഫ്രെയിം വർക്ക്സ് ഏതൊക്കെയാണ് അതാണ് കവർ ചെയ്യുക. അതിൽ MVC ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. യൂണിറ്റ് 5 ഇൻട്രൊഡക്ഷൻ ടു J2EE ഫ്രെയിം വർക്ക്. യൂണിറ്റ് 6 ഫ്രെയിം വർക്ക് അവൈലബിൾ ഫോർ J2EE ഡെവലപ്മെന്റ്. അതിൽ സ്ട്രക്ട്, ഹൈബർനേറ്റ്, സ്പ്രിങ്. അതുപോലെ യൂണിറ്റ് 7 സ്പ്രിങ് MVC കോൺസെപ്റ്റ്, മോഡൽ വ്യൂ കൺട്രോൾ കോൺസെപ്റ്റ്സ് ഒക്കെ ഇവിടെ കവർ ചെയ്യും. യൂണിറ്റ് 8ലേക്ക് വരുമ്പോൾ സ്പ്രിങ് MVC ആൻഡ് ബൂട്ട്സ്ട്രാപ്പ് CSS ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യും. ഓക്കെ, ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ സ്പ്രിങ് ബൂട്ട് ആൻഡ് ഹൈബർനേറ്റ്. അതിൽ യൂണിറ്റ് 9 ഇൻട്രൊഡക്ഷൻ ടു സ്പ്രിങ് ബൂട്ട്. യൂണിറ്റ് 10 കോൺഫിഗറേഷൻ ഓഫ് ഹൈബർനേറ്റ്. യൂണിറ്റ് 11 കേർഡ് ആപ്ലിക്കേഷൻ യൂസിങ് സ്പ്രിങ് ബൂട്ട് ആൻഡ് ഹൈബർനേറ്റ്. അതിൽ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണല്ലോ. അപ്പൊ ഇതിൽ കേർഡ് ഓപ്പറേഷൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൽ ഡേറ്റാബേസിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക, ഡേറ്റ റിട്രീവ് ചെയ്യുക, ഈ കോൺസെപ്റ്റ്സ് ഒക്കെയാണ്. അപ്ഡേഷൻസ്, ഇതൊക്കെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് വെബ് ടെക്നോളജീസ് അല്ലേ ഇതിൽ കവർ ചെയ്യുക. ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക് എത്താൻ നമ്മളെ ഈ ഒരു സബ്ജക്ട് ഹെൽപ്ഫുൾ ആണ്. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ വെബ് സെക്യൂരിറ്റീസ് ആണ് കവർ ചെയ്യുക. അതിൽ യൂണിറ്റ് 12 സ്പ്രിങ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ. യൂണിറ്റ് 13 കസ്റ്റം ലോഗിൻ യൂസിങ് സെക്യൂരിറ്റി. ഇപ്പം ലോഗിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്യൂർ എൻവയോൺമെന്റിൽ തന്നെ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് ആണ്. യൂണിറ്റ് 14 വരുമ്പം റോൾ ബേസ്ഡ് ലോഗിൻ.
നെക്സ്റ്റ് കോഴ്സ് വരുന്നത് MCS 221 ഡേറ്റ വെയർ ഹൗസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ്. ബ്ലോക്ക് 1 ഡേറ്റ വെയർ ഹൗസ് ഫണ്ടമെന്റൽസ് ആൻഡ് ആർക്കിടെക്ചർ കവർ ചെയ്യും. അതിൽ യൂണിറ്റ് 1 ഫണ്ടമെന്റൽസ് ഓഫ് ഡേറ്റ വെയർ ഹൗസ്, യൂണിറ്റ് 2 ഡേറ്റ വെയർ ഹൗസ് ആർക്കിടെക്ചർ, യൂണിറ്റ് 3 ഡയമെൻഷണൽ മോഡലിംഗ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 2 വരുമ്പം ETL, അതുപോലെ ഓവർലാപ്പ് ആൻഡ് ട്രെൻഡ്സ്. യൂണിറ്റ് 4 എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡിംഗ്. യൂണിറ്റ് 5 ഇൻട്രൊഡക്ഷൻ ടു ഓൺലൈൻ അനലറ്റിക്കൽ പ്രോസസ്സിംഗ്. യൂണിറ്റ് 6 വരുമ്പം ട്രെൻഡ്സ് ഇൻ ഡേറ്റ വെയർ ഹൗസ്. അപ്പം ഈ 2 ബ്ലോക്കിൽ മെയിൻ ആയിട്ട് ഡേറ്റ വെയർ ഹൗസിനെ ആയിരിക്കും, ഡേറ്റ വെയർ ഹൗസ് കോൺസെപ്റ്റ്സ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. ബ്ലോക്ക് 3 ബ്ലോക്ക് 4 വരുമ്പം ഡേറ്റ മൈനിങ്ങിന്റെ ഏരിയയിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അതിൽ ബ്ലോക്ക് 3 ഡേറ്റ മൈനിങ് ഫണ്ടമെന്റൽസ് ആൻഡ് ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ്. യൂണിറ്റ് 7 കവർ ചെയ്യുക ഡേറ്റ മൈനിങ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയ. യൂണിറ്റ് 8 ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ആണ്. യൂണിറ്റ് 9 വരുമ്പോൾ മൈനിങ് ഫ്രീക്വന്റ് പാറ്റേൺ ആൻഡ് അസോസിയേഷൻസ്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ. ഇപ്പം നമ്മളിവിടെ ഡേറ്റ മൈനിങ് ആണ്. അപ്പം ഡേറ്റ ഏറ്റവും നല്ല രീതിയിൽ എന്താണ് റിഫൈൻ ചെയ്തെടുക്കുക. അപ്പൊ അതിൽ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യും. ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, വെബ് മൈനിങ്. അപ്പൊ ഈ ബ്ലോക്ക് 4 ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ആയിരിക്കും പഠിക്കുക. ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, വെബ് മൈനിങ്. യൂണിറ്റ് 10 ക്ലാസിഫിക്കേഷൻ, യൂണിറ്റ് 11 ക്ലസ്റ്ററിങ്, യൂണിറ്റ് 12 ടെക്സ്റ്റ് ആൻഡ് വെബ് മൈനിങ്. നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നത് MCSL 222 ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ആൻഡ് വെബ് ടെക്നോളജീസ് ലാബ്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് UML ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. UML ഡയഗ്രാം, അതായത് നമ്മൾ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അപ്പൊ അതിൽ ഡിഫറെന്റ് യൂസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ യൂസേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് നമ്മൾ യൂണിഫൈഡ് മോഡൽ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. അപ്പൊ UML ഡയഗ്രാം ഡ്രോ ചെയ്യാനുള്ള ടൂൾസ് ഏതൊക്കെയാണ്, എങ്ങനെ ഒരു സിംപ്ലി ആ ഒരു ഡയഗ്രാം നമുക്ക് ഡ്രോ ചെയ്തെടുക്കാം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഇനി വെബ് ടെക്നോളജി ലാബിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത് ജാവ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ്. അതിൽ സെറ്റപ്പ് നമ്മൾ എന്ത് ചെയ്യും, ജാവ ഡെവലപ്മെന്റ് കിറ്റ് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ഓഫ് ജാവ ഡെവലപ്മെന്റ് കിറ്റ് JDK ആണ് ആദ്യം പഠിക്കുക. അതുപോലെ വിൻഡോസ് 10 നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എൻവയോൺമെന്റ് വേരിയബിൾ സെറ്റപ്പ് ചെയ്യണം, എങ്കിലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ജാവ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് സിസ്റ്റം എൻവയോൺമെന്റൽ വേരിയബിൾസ് സെറ്റ് ചെയ്യുക, അതുപോലെ ഒരു IDE യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ സർവ്ലെറ്റ് എന്ന് പറയുന്ന സ്മോൾ ജാവ പ്രോഗ്രാംസ് ആണ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ JSP പ്രോജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ഒരു വ്യൂവിൽ നമ്മൾ MVC പ്രോജക്ട്സ് ആണ് നോർമലി ക്രിയേറ്റ് ചെയ്യുന്നത്. മോഡൽ വ്യൂ കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ് പ്രോജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക ഒരു ഓർഗനൈസ്ഡ് വേയിൽ. അപ്പം ക്രിയേറ്റിംഗ് സ്പ്രിംഗ് MVC നമ്മൾ പഠിക്കും. ബൂട്ട്സ്ട്രാപ്പ്, ഹൈബർനേറ്റ്, ഈ ഏരിയാസ് ഒക്കെ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യും. അതുപോലെ ബൂട്ട്സ്ട്രാപ്പ് ഏരിയാസ്, jQuery, ഫ്രണ്ട് എൻഡ് ഓഫ് ഇൻ സ്പ്രിംഗ് ബൂട്ട്, അതുപോലെ തന്നെ ക്രിയേറ്റ് ഫോം ഇൻ സ്പ്രിംഗ് ബൂട്ട്, ലിസ്റ്റ് ഓഫ് ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുക. മെയിൻ ആയിട്ട് ജാവ ബേസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് MCSL 223 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് ഡേറ്റ മൈനിങ് ലാബാണ്. അതിൽ 2 സെഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് സെഷനിൽ കവർ ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാബും സെക്കൻഡ് സെഷനിൽ ഡേറ്റ മൈനിങ് ലാബും ആണ് കവർ ചെയ്യുക. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാബിൽ നമ്മൾ NS3 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ചെയ്താണ് പഠിക്കുന്നത്. അതിന്റെ ബേസിക് ഫീച്ചേഴ്സ്, NS3 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ വരുന്ന കുറച്ച് സെഷൻ 2 വരുമ്പോൾ ഡേറ്റ മൈനിങ് ലാബാണ്. ജസ്റ്റ് വേർഷൻ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ സെറ്റ്സ്, നമുക്ക് ഈ ഡേറ്റ മൈനിങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് വേഗ. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യുന്ന നമ്മളുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് ഗോ ത്രൂ ചെയ്യുക. നമ്മളുടെ കോഴ്സിന്റെ കോഡ് ഏതാണ്, കോഴ്സിന്റെ കറസ്പോണ്ടിങ് നെയിം, എത്ര ക്രെഡിറ്റ് ആണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് കരുതി നമ്മൾ അത്ര പാനിക് ആവേണ്ട ആവശ്യമില്ല.
നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ്, അതുപോലെ തന്നെ നോട്ട്സ്, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒരു ടൈംലി മാനറിൽ യൂട്ടിലൈസ് ചെയ്ത ഡെയിലി ഒരു 2 hours എങ്കിലും സ്പെൻഡ് ചെയ്ത് നല്ല പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എക്സാമിന് ഒരു 1 month മുന്നേ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും, നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നമ്മൾ സിലബസ് ഇപ്പൊ ഇത്രയും ടൈം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷംഷീറ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു മാം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ മാം കംപ്ലീറ്റ് സിലബസ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പൊ മാം പറഞ്ഞ പോലെ ഇത് ഈ ഒരു സിലബസ് നമുക്ക് അത്രയും ടഫ് ഒന്നും അല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട്, നമുക്ക് ഇഗ്നോയിലും ലേൺ വൈസിലും നമുക്ക് തരുന്ന റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ സ്റ്റഡി നമുക്ക് പ്ലാൻ ചെയ്യാം, അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സസ് ഒന്ന് നോക്കുവാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ്, SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണ്, കൂടാതെ എക്സാംപീഡിയ, PYQ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീഡിയോ ലെക്ചേഴ്സ് നമ്മൾ ആദ്യം കവർ ചെയ്യാം. ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ ആദ്യം വീഡിയോ ലെക്ചേഴ്സ് കാണാം. അപ്പം അതിന്റെ ഒരു കംപ്ലീറ്റ് തിയറി നമുക്ക് കിട്ടും. അതിനുശേഷം ഹെൽപ്പ് ബുക്ക്, അതിനെയാണ് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത്, അതും കൂടെ കവർ ചെയ്യാം. അപ്പം ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, കംപ്ലീറ്റ് ആ ഒരു പോർഷനിൽ പറയുന്ന കോൺസെപ്റ്റ് എന്താണ് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അതിനുശേഷം നമ്മുടെ SLMലോട്ട് പോവാം. SLM എന്താണ്? സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ഒറിജിനൽ ടെക്സ്റ്റിന്റെ തന്നെ ഒരു ഇ ബുക്ക്. അപ്പം നമുക്ക് ഇപ്പം ശരിക്കും തിയറി നമുക്ക് കവർ ചെയ്തു. അതിനുശേഷം കോൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിലും നമ്മൾ എക്സാം വൈസ് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ അറിയണം എക്സാം എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളതൊരു ബ്രീഫ് ഐഡിയ വേണം. അതിനുവേണ്ടി നമ്മൾ എക്സാം പീഡിയ ഫോളോ ചെയ്യാം. എക്സാം പീഡിയയിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അവൈലബിൾ ആണ്. സോ അതും കൂടെ കവർ ചെയ്യുന്നതോടെ നമുക്ക് ആ പോർഷൻ കംപ്ലീറ്റ് ക്ലിയർ ആവും, ഇൻക്ലൂഡിങ് എക്സാമിനുള്ള പോർഷനും കൂടെ. അപ്പൊ ഒരു ക്വിക്ക് റിവിഷൻ പോലെ അത് കവർ ആയി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡാണ് ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇൻ കേസ് ഒരു വീക്ക് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇതിങ്ങനെ തിരക്കൊണ്ട് നമുക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു വീക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വിചാരിച്ചാൽ നമ്മൾ ആ വീക്ക് സ്കിപ്പ് ചെയ്ത് വേണ്ടി ഒരു ഫാസ്റ്റ് ട്രാക്ക് പാത്ത് ഫോളോ ചെയ്യാം. അതായത് നമ്മുടെ റെക്കോർഡ് ലെക്ചർ ഒരു 1.25 സ്പീഡിൽ ഫോളോ ചെയ്യാം. അതിനുശേഷം ഹെൽപ്പ് ബുക്ക് സമ്മറി കൂടെ റെഫർ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി കിട്ടില്ല, പക്ഷെ ആ ഒരു പോർഷനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടും. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, അതിൽ പുതിയ കോൺസെപ്റ്റ്, ഡെഫിനിഷൻസും കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊരു നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം നമുക്ക് ആ ഒരു ബേസിക് ഐഡിയ കിട്ടി നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മുടെ പാത്ത്. ഇൻ കേസ് നമ്മൾ ഇതുവരെ ഒന്നും പഠിക്കാൻ നമുക്ക് പറ്റിയില്ല, പക്ഷെ എക്സാം അടുത്തു പോയി, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പഠിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ ഒരു 1 month അല്ലെങ്കിൽ 15 days മുന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ലെക്ചേഴ്സ് ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. ഓരോ വീഡിയോസും കണ്ട് SLM കവർ ചെയ്ത് നമുക്ക് ടൈം പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സാം പീഡിയ നമ്മൾ റെഫർ ചെയ്യാം. അതിനുശേഷം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് അതും കൂടെ നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ അപ് ടു ഒരു 5 years ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് AI വെച്ച് നമ്മൾ കാറ്റഗറി പോർഷനിലും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഓരോ കാറ്റഗറീസ് ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പോർഷൻ അനുസരിച്ച് നമുക്കത് കവർ ചെയ്യാം. നമുക്ക് ഐഡിയ ഉള്ള പോർഷൻസ് വെച്ച് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് പോവാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹെൽപ്പ് ബുക്ക് കൂടെ റെഫർ ചെയ്യാം. ഇപ്പൊ ഒന്നും പഠിക്കാത്ത ഒരാള് ഒരു 1 month മുന്നേ എടുത്തിട്ട് നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, നമുക്ക് എക്സാം പീഡിയ ഫോളോ ചെയ്താൽ മതി, അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. നമുക്ക് നമ്മുടെ പേപ്പറിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ വേണം. ആ ബേസിക് ഐഡിയ, കോൺസെപ്റ്റും കാര്യങ്ങളും നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ വേണം. അതിനുശേഷം അത് നമുക്ക് എക്സാം പീഡിയ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ്, ഇപ്പൊ നമുക്കൊരു നമ്മുടെ പേപ്പറിൽ ഒരു പോർഷൻ അത്യാവശ്യം ടഫ് കോൺസെപ്റ്റ് ആണ്, നമുക്ക് വായിച്ചിട്ട് അത് ക്ലിയർ ആവുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ബുക്ക് അവൈലബിൾ ആണ്. ഹെൽപ്പ് ബുക്കിൽ ഓരോ പോർഷന്റെയും ഡയഗ്രാം വൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തിയറി ഡെഫിനിഷൻ വായിച്ചിട്ട് നമുക്ക് ക്ലിയർ ആവുന്നില്ല, അതിനുശേഷം നമുക്ക് അതിനുള്ള ഒരു ലോങ് തിയറിയാണ്. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തായാലും ടഫ് ആയിട്ടുള്ള പോർഷൻ ആണെങ്കിൽ നമുക്കത് വായിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ഹെൽപ്പ് ബുക്ക് റെഫർ ചെയ്യാം. ഹെൽപ്പ് ബുക്കിൽ ഇതിന്റെ ഡയഗ്രാംസ് പോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നില്ലേ? അപ്പം അതിനുശേഷം നമ്മൾ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മൾ റെക്കോർഡ് ലെക്ചേഴ്സിലോട്ട് വരാം. അപ്പം പതിയെ നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇതും കൂടെ ഫോളോ ചെയ്ത് നമുക്കൊരു ഐഡിയ വരും.
എന്നിട്ട് നമ്മളതിന് ശേഷം വീണ്ടും എക്സാം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആ ടഫായിട്ടുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടി. എന്നിട്ട് നമ്മൾ റെക്കോർഡ് ലെക്ചറും കൂടെ കവർ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ എക്സാം വീഡിയോ കൂടെ ഫോളോ ചെയ്യുമ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ കവർ ആവും. കോർ സ്റ്റഡി ഹാക്ക് എങ്ങനെയാണ് നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു പോർഷൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് പറയുന്നത്. സോ നമ്മൾ ആദ്യം ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1.25 വീഡിയോസ് കാണാം, പ്രശ്നമൊന്നുമില്ല. അപ്പം 1.25 ആണെങ്കിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ പോർഷനിൽ എന്താണ് പറയുന്നത്. ഒരു പുതിയ ഡെഫിനിഷൻ, ഒരു പുതിയ തിയറി അത് പറയുമ്പോൾ നമ്മളവിടെ പോസ് ചെയ്യാം, ആ വേർഡ് നോട്ട് ചെയ്യാം, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് വരുന്ന പോർഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതിനാണ് പ്രോ ടിപ്പ്. നമുക്ക് എന്തെങ്കിലും ഒരു പോർഷനിൽ ഡൗട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് എപ്പോഴാണോ നമ്മൾ ലൈവ് സെഷൻ അല്ലെങ്കിൽ നമ്മുടെ മെന്ററുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് മെന്ററോട് നമുക്ക് ആ ഡൗട്ടുള്ള പോർഷൻസ് ചോദിക്കാം. നേരത്തെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് അതിനാണ്. നമുക്ക് ലൈവ് സെഷൻസ് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെന്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരോട് ചോദിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും ലൈവ് സെഷനിൽ ചോദിക്കാം. നിങ്ങളുടെ മെന്ററായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ LSC ആയിട്ട്, മെന്റർഷിപ്പ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ LSC SSC ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇനി ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട് എങ്ങനെയാണ് ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവണമെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഓരോ പോർഷനെ കുറിച്ചും ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻസ് ഇൻക്ലൂഡിംഗ് ഡയഗ്രാംസ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഓരോ കീവേഡ്സിനെ കുറിച്ച് അതിന്റെ ഒരു ഷോർട്ട് എക്സാമ്പിൾ അടക്കം നമുക്ക് ഡെഫിനേഷൻസ് വളരെ ബ്രീഫ് ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഒരു പോർഷൻ ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ബുക്ക് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, ഈ വാല്യൂ ആഡഡ് നോട്ട്. ഇനി എക്സാം PD എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്? ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഒരു മോഡലിലാണ്. സോ നമുക്ക് എക്സാം എഴുതുന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചർ അവിടെ കിട്ടും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സാം PD ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ് അത് ഐഡന്റിഫൈ ചെയ്യാം, അത് ആൻസർ ചെയ്ത് പഠിക്കാം. കംപ്ലീറ്റ്ലി നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ അത് ഫോളോ ചെയ്യാം. അപ്പം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കൊരു മോഡൽ എക്സാം കവർ ചെയ്തതുപോലെ നമുക്കൊരു റിവിഷൻ കിട്ടും. നമുക്ക് എക്സാമിന് അടുത്തുള്ള ടെൻഷൻ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ആപ്പിൽ നമുക്കത് അവൈലബിൾ ആണ്. ഓരോ അസൈൻമെന്റും അതിന്റെ ആൻസേഴ്സും അവൈലബിൾ ആണ്. അസൈൻമെന്റ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാലോ. സോ അത് ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി അതിലുള്ള ആൻസേഴ്സ് അങ്ങനെ കോപ്പി അടിച്ച് വെക്കരുത്. അത് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുത്തുന്ന കാര്യം അത്. അത് റെഫർ ചെയ്യുക, അതൊരു മെറ്റീരിയൽ പോലെ നമ്മൾ റെഫർ ചെയ്യുക, എന്നിട്ട് നമ്മുടെ സ്വയം ആൻസേഴ്സ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഇത് ഓരോ വർഷത്തെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അത് AI വെച്ച് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ പോർഷനിലും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സെക്ഷൻ വൈസ് അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇനി ടൂൾസ്, മെന്റർ ആൻഡ് കെയർ. അതായത് മെന്റർഷിപ്പോടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനുള്ള അവൈലബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മെന്റർഷിപ്പ് ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. ലൈവ് സെഷൻസ് നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ഡൗട്ടുള്ള പോർഷൻസ് നമുക്ക് മെന്ററുമായിട്ട് നേരിട്ട് സംസാരിക്കാം. അതിനുശേഷം ഇപ്പൊ നമ്മൾ എക്സാം അടുപ്പിച്ച് നമ്മുടെ സ്റ്റുഡൻസ് നമുക്ക് പറയാം, ഒരു 3-4 സ്റ്റുഡൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നൊരു പോർഷൻ ഡൗട്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അപ്പോൾ ഒരു സ്പെഷ്യൽ ലൈവ് ക്ലിയർ ആവുന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. മെന്റർഷിപ്പിന്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ടൂൾസ്, മെന്റർ ആൻഡ് കെയർ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ അവൈലബിലിറ്റീസ് യൂസ് ചെയ്യുന്നത്? ഇപ്പം ഇഗ്നോ മോഡൽ എക്സാംസ് ആൻഡ് TE ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം അടുപ്പിച്ച് നമുക്ക് നമ്മുടെ സൈറ്റിൽ നമുക്ക് മോഡൽ എക്സാംസ് അവൈലബിൾ ആണ്. എഴുതുന്ന പോലെ തന്നെ മോഡൽ എക്സാം എഴുതിയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിലോട്ട് പോവാം. ഇനി TE ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ നമുക്ക് ഈ ഹെൽപ്പ് ഡെസ്ക് യൂസ് ചെയ്യാം. അവർ നമ്മുടെ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസിൽ നമുക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എക്സാം ടൈമിലുള്ള സ്ട്രെസ് ഈ സമയത്തൊക്കെ നമുക്ക് അവരുടെ ഒരു ഹെൽപ്പ് അവൈലബിൾ ആയിരിക്കും. EEP എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സോ നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കുന്നതിനൊക്കെ ഈ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കരിക്കുലർ ഇവന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കരിക്കുലർ ആയിട്ടും കോ കരിക്കുലർ ആയിട്ടും ഒരുപാട് ഇവന്റ്സ് നമ്മൾ ഇവിടെ നടത്താറുണ്ട്. ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേ, ഓണം പ്രോഗ്രാം, ഇതെല്ലാം നമ്മൾ ഇവിടെ നടത്താറുണ്ട്. ഈ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. നമ്മുടെ കോഴ്സിന് ശേഷം നമുക്ക് കരിയറിൽ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതിനനുസരിച്ചുള്ള വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നടത്തുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അക്കാദമിക് ടൈം ടേബിൾ റോൾ ഔട്ട് ആണ്. മാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടൈം ടേബിൾ നമുക്ക് ഓരോ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് അർച്ചന മാം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഞാൻ അർച്ചന മാമിനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ കവർ ചെയ്യുന്ന ടൈം ടേബിൾ ആണ് ഇവിടെ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഈ ടൈം ടേബിൾ പ്രകാരം നമുക്ക് ഓഗസ്റ്റ് 11-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതില് ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് വരുന്ന ഡേ, ഓരോ ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെസൺ നമ്പർ, അതായത് ഓരോ സബ്ജക്റ്റിന്റെയും ഏത് പോർഷൻ ആണ് കവർ ചെയ്യുന്നത്, ഏത് പർട്ടിക്കുലർ ബ്ലോക്കിലെ ഏത് യൂണിറ്റ് ആണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പേപ്പർ നെയിം ആൻഡ് പേപ്പർ കോഡ്, ദെൻ ആ ലെസന്റെ നമ്പർ, പേപ്പർ നെയിം ആൻഡ് പേപ്പർ കോഡ്, ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. അതായത് 2 സെഷനായിട്ട് മോർണിംഗ് ഷിഫ്റ്റിൽ നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയാസ്, അതുപോലെ തന്നെ ഈവനിങ്. അത് നമ്മുടെ കൺവീനിയന്റ് ടൈം അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് കൊടുത്തേക്കുന്ന 10:30 AM എന്നുള്ളതും ഈവനിങ് സെഷനിൽ 7:30 PM എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 11 ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഈവനിങ്ങിൽ വരുമ്പം ലെസൺ 1, ബ്ലോക്ക് 1ന്റെ ലെസൺ 1 കവർ ചെയ്യും. പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് തന്നെ, ഈ സെയിം പേപ്പർ തന്നെ. അങ്ങനെ ഓരോ ഡേയ്സിലും പഠിക്കേണ്ട പോർഷൻസ്. ഇപ്പൊ ഓഗസ്റ്റ് 12 ആകുമ്പോൾ ലെസൺ 2 ആണ് കവർ ചെയ്യുക. ഓക്കെ, ഈ സെയിം സബ്ജക്റ്റ് തന്നെ. ഇപ്പൊ ഈവനിങ് ഷിഫ്റ്റിലേക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ലെസൺ 3യിലേക്ക് എത്തും. അങ്ങനെ ഓരോ ടേബിൾ ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ഓഗസ്റ്റ് 15 ആകുമ്പോഴത്തേക്ക് റിവിഷൻ ആണ്, ലൈവ് റിവിഷൻ സെഷൻ ആണ്. ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ലൈവ് റിവിഷൻസ് കണ്ടക്ട് ചെയ്യാം. അപ്പം ഈ ഒരു ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പം ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡേയ്സിൽ ചേഞ്ച് വരാം. എങ്കിൽ കൂടി ഈ പ്രോപ്പർ ഒരു ബ്ലോക്ക് കഴിയുമ്പോൾ നമുക്കൊരു ലൈവ് സെഷൻ ഉണ്ടാവും, അടുത്ത ബ്ലോക്ക് കഴിയുമ്പോൾ ലൈവ് ഉണ്ടാവും. അങ്ങനെ ഓരോ സബ്ജക്റ്റും നമ്മൾ ഈ രീതിയിൽ കവർ ചെയ്ത് വരും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു നവംബർ 28 ആവുമ്പോഴത്തേക്ക് നമ്മളുടെ ലൈവ് സെഷൻസ് ഒക്കെ കഴിയും, എൻറ്റയർ സിലബസ് കഴിയും. പിന്നെ നമുക്ക് ഒരു സ്റ്റഡി ലീവ് പോലെ അല്ലെങ്കിൽ ഒരു റിവിഷൻ, ഡൗട്ട് ക്ലിയറൻസിനുള്ള ഡേയ്സ് ആണ് നവംബർ 28-ന് ശേഷം കൊടുത്തിട്ടുള്ള, ഒരു ഡിസംബർ 13 വരെയൊക്കെ കൊടുത്തിട്ടുള്ള. അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ടൈം ടേബിൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഈ ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ട് തന്നെ വീഡിയോ ലെക്ചേഴ്സ് കണ്ടു പഠിക്കുക. വീഡിയോ ലെക്ചേഴ്സിനോടൊപ്പം ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക, SLM റെഫർ ചെയ്ത് പഠിക്കുക. അപ്പം വീഡിയോ ലെക്ചേഴ്സ് കണ്ടുപോകുന്നതിനോടൊപ്പം നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഏറ്റവും നല്ലത് നമ്മൾ എപ്പോഴും നമ്മുടെ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു നോട്ട് ഉള്ളതാണ്. പെട്ടെന്ന് നമുക്ക് റീകളക്ട് ചെയ്യാനും പ്രോപ്പറായിട്ട് സ്റ്റഡീസ് കൊണ്ടുപോകാനും ബെറ്റർ. അപ്പം മാക്സിമം ഓരോ സബ്ജക്റ്റിനും നോട്ട്സ് കീപ്പ് ചെയ്യുക, വീഡിയോ ലെക്ചേഴ്സ് കാണുക, ദെൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. പിന്നെ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ബുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ റെഫറൻസിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിൽ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആക്ഷൻ ടാസ്ക് ആണ്. നമുക്കറിയാം കഴിഞ്ഞ 3 സെഷനിൽ നമ്മൾ ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സെഷൻ 4 നമ്മൾ ഇന്ന് സിലബസ് ഡീകോഡിംഗ് സെഷനിലൂടെയാണ് പോയത്. ഇന്നത്തെ നമ്മളുടെ ആക്ഷൻ ടാസ്ക് ഇതുമായിട്ട് ഓറിയന്റഡ് ആയിട്ട്, നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയുള്ള ഒരു ആക്ഷൻ ടാസ്ക് ആണ്. ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, നെയിം കൊടുക്കുക, ഫുൾ നെയിം, അതുപോലെ എൻറോൾഡ് ഇഗ്നോ പ്രോഗ്രാം, ഇവിടെ നമുക്ക് MCA ആണ് വരിക. പിന്നെ അസൈൻഡ് മെന്റർ ഓർ LSCയിൽ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ LSCയുടെ പേര് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇവിടെ കവർ ചെയ്തേക്കുന്ന റാങ്ക് ഓൾ യുവർ ഫസ്റ്റ് ഇയർ കോഴ്സസ്. അതായത് നമ്മളിപ്പം ഈ ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ്, സിലബസ് എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൽ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയ സബ്ജക്റ്റിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം സിലബസ് ഒന്ന് ജസ്റ്റ് കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഓരോ ബ്ലോക്കിൽ എന്തൊക്കെ ഏരിയാസ് കവർ ചെയ്യുന്നു, ആ ഒരു അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, റാങ്കിങ് കൊടുക്കണം. ഓരോ സബ്ജക്റ്റിന് റാങ്കിങ് കൊടുക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു MA സൈക്കോളജിയുടെ കേസിൽ ഒരു റാങ്ക് 1-ൽ കൊടുത്തേക്കുന്ന ലൈഫ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിന്. അങ്ങനെ ഓരോ സബ്ജക്റ്റിന് റാങ്ക് കൊടുത്ത് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതേ മോഡലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സിന് ഒന്ന് റാങ്ക് ചെയ്യാം. അടുത്തത് യുവർ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സ് റീസൺ. നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്ത സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അതേതാണ്, അതിന്റെ റീസൺ എന്താണ്. നെക്സ്റ്റ് വരുന്നത് യുവർ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സ്, അതിന്റെ റീസൺ. ഏറ്റവും നമുക്ക് ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഏതാണ്, അതിന്റെ റീസണും കൊടുക്കുക.
നെക്സ്റ്റ് വൺ യുവർ ലേണിംഗ് ഇന്റൻഷൻ. നമ്മുടെ ലേണിംഗ് ഇന്റൻഷൻ എന്താണെന്നുള്ളത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് മാർക്കോടെ പാസ്സാവാനാണോ, അല്ലെങ്കിൽ റാങ്ക്, ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, ഇതൊക്കെയാണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ അതർ എന്താണ്, അതും കൂടി കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ വീക്കിലി സ്റ്റഡി സ്ലോട്ട്. നമ്മൾ വീക്കിലി എടുക്കുന്ന ടൈം സ്ലോട്ട് ഏതാണ് സ്റ്റഡീസിന് വേണ്ടിയിട്ട്? വീക്കെൻഡ് ഡേയ്സിലാണോ, അതുപോലെ തന്നെ സാറ്റർഡേ ആണോ, സൺഡേ ആണോ, എത്ര അവേഴ്സ് ആണ്, 1 to 2 അവേഴ്സ് ആണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം. ദെൻ യുവർ കോൺഫിഡൻസ് റൈറ്റ് നൗ. എത്രമാത്രം കോൺഫിഡന്റ് ആണ് നമ്മൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ എത്രമാത്രം കോൺഫിഡൻസ് ആണ്? 1 ആണെങ്കിൽ ലോ, 5 ആണെങ്കിൽ ഹൈ. ആ ഒരു രീതിയിൽ കോൺഫിഡൻസ് ലെവലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇതാണ് ആക്ഷൻ ടാസ്ക്. അപ്പൊ ഈ ആക്ഷൻ ടാസ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. 24 അവേഴ്സിന് മുന്നേ ആയിട്ട് ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളായിരുന്നു മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ന്യൂ ഹൊറിസോൺ ഫോം കംപ്ലീറ്റ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ഫോമും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അത് ഒരു ലേണർ ഓറിയന്റഡ് ആയിട്ട് ലേണേഴ്സിന്റെ ആ ഒരു ഒബ്ജക്റ്റീവ്സ്, അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ഹൊറിസോൺ ഫോം നമ്മൾ ലേണേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഓക്കെ. അത് മാക്സിമം എല്ലാവരും തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഓക്കെ. താങ്ക് യു ഓൾ ജോയിൻ ചെയ്തതിന്. താങ്ക്സ്. ഓൾ ദ വെരി ബെസ്റ്റ്.